നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിൽ ഗുണ്ടാക്രമണം. ഉറങ്ങിക്കിടന്ന മദ്രസ അധ്യാപകൻ വെട്ടേറ്റു മരിച്ചു. കാസർഗോഡ് മദ്രസ അധ്യാപകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. നഗരത്തിൽ പലയിടങ്ങളിലും സംഘർഷം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. മന്ത്രി ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിൽ ഗുണ്ടാക്രമണം. ഉറങ്ങിക്കിടന്ന മദ്രസ അധ്യാപകൻ വെട്ടേറ്റു മരിച്ചു. നഗരത്തിൽ സാമുദായിക കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് സംശയം. ബട്ടപ്പാറയ്ക്കടുത്ത് പഴയചൂരിയിൽ മുഹയുദ്ദീൻ പള്ളിയോട് ചേർന്നുള്ള കിടപ്പുമുറിയിലാണ് കുടക് സ്വദേശിയായ മദ്രസ അധ്യാപകൻ റിയാസ് വെട്ടേറ്റു മരിച്ചത്. പുലർച്ചെ 12:15 സംഭവം. പള്ളിയുടെ ഹാളിന് സമീപത്തുള്ള 2 മുറികളിൽ ഒന്നിൽ റിയാസും മറ്റേ മുറിയിൽ ഖത്തീബ് അബ്ദുൾ അസീസ് മുസ്ലിയാരുമാണ് താമസിച്ചിരുന്നത്. അർദ്ധരാത്രിയിൽ സമീപത്തെ മുറിയിൽ നിന്നും നിലവിളി കേട്ടയുടൻ ഖത്തീബ് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കല്ലേറുണ്ടായതായി പറയുന്നു. തുടർന്ന് പള്ളിയിലേക്കുള്ള മറ്റൊരു വാതിൽ തുറന്ന് മൈക്കിലൂടെ പ്രദേശവാസികളെ വിവരമറിയിച്ചു. നാട്ടുകാർ എത്തിയപ്പോഴാണ് മുറിയിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ റിയാസിനെ കണ്ടത്. 9 വർഷമായി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ് റിയാസ്. വിവരമറിഞ്ഞ് നോർത്ത് സോൺ ADGP രാജേഷ് ദിവാൻ, IG മഹിപാൽ യാദവ് തുടങ്ങിയവർ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മദ്രസ അധ്യാപകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. നഗരത്തിൽ പലയിടത്തും സംഘർഷം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് SDPI പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചൂരിയിലെ മദ്രസ അധ്യാപകനായ റിയാസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ നടത്തിയത്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും അടക്കമുള്ള വാഹനങ്ങൾ നിരത്തിലോടിയില്ല. കാസർഗോഡ് നഗരത്തിലും പരിസരത്തും പ്രതിഷേധക്കാർ ഒറ്റപ്പെട്ടോടിയ വാഹനങ്ങൾ തടഞ്ഞു. സംഘർഷത്തിനിടയിൽ നഗരത്തിൽ പലയിടത്തും യാത്രക്കാർക്ക് നേരെയും സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണവും കയ്യേറ്റവും നടന്നതായി ആരോപണമുണ്ട്. വിദ്യാനഗർ, ചെർക്കള, 4 മൈൽ, ചൗക്കി, പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രതിഷേധക്കാർ വ്യാപകമായി വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. പലയിടത്തും ആരാധനാലയത്തിന് നേരെ കല്ലേറുണ്ടായി എന്ന വ്യാജ പ്രചരണത്തെ തുടർന്ന് സംഘർഷം ഉടലെടുത്ത പ്രദേശങ്ങളിൽ പോലീസ് സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് SDPI പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നഗരത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട മദ്രസ അധ്യാപകന്റെ മൃതദേഹം പരിയാരത്ത് നിന്നും കുടകിലേക്ക് കൊണ്ടുപോകാനുള്ള പോലീസ് നീക്കത്തിനെതിരെ MLAയുടെ നേതൃത്വത്തിൽ SP ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. കാസർഗോഡ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൂടുതൽ സംഘർഷത്തിനിടയാക്കുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് പോലീസ് നടപടി. കൊല്ലപ്പെട്ട മദ്രസ അധ്യാപകൻ റിയാസിന്റെ മൃതദേഹം കാസർഗോഡേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന പോലീസ് തീരുമാനത്തിനെതിരെയാണ് MLA NA നെല്ലിക്കുന്നിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ SP ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശമായ കുടകിലേക്ക് കൊണ്ടുപോകാനുള്ള പോലീസ് നീക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹമാണ്, അടുത്തതിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി, മൃതശരീരം ഇങ്ങനെ ഇവിടത്തേക്ക് കൊണ്ടുവന്ന് നാട്ടുകാർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ആ ഒരു അവസരമാണ് പോലീസ് നിശ്ചയിച്ചത്. അത് പോലീസിൻ്റെ ഭാഷ്യം അങ്ങനെ ആ ബോഡി ഇവിടത്തേക്ക് കൊണ്ടുവന്നാൽ കാസർഗോഡ് കത്തിപ്പോകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മുമ്പൊക്കെ കത്തിപ്പോകേണ്ടതല്ലേ കാസർഗോഡ്? എത്ര ബോഡി പരിയാരത്തുനിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കാസർഗോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ കൊല ചെയ്യപ്പെട്ട ഈ മദ്രസ അധ്യാപകൻ കാസർഗോഡ് സ്വദേശിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ദുബൈയിലേക്ക് കൊണ്ടുപോകും. ഈ കാസർഗോഡൊക്കെ തന്നെയല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ന്യായവും പോലീസിൻ്റെ ഭാഗത്ത് ഇല്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കുത്തിരിപ്പ് സമരം നടത്തിയത്. 9 വർഷം ജോലി ചെയ്ത മദ്രസയിൽ അധ്യാപകന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുമെന്നും തുടർന്ന് നടക്കാനിടയുള്ള വിലാപയാത്ര കടുത്ത സംഘർഷത്തിനിടയാക്കുമെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബമേളയും
കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഗാദർ മാങ്ങാട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാതിയും കൊണ്ട് നിങ്ങൾ പോകുന്നത് ആളുകളെ ആക്രമിക്കാനല്ല, നേരെ മറിച്ച് ഞങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കുവാൻ, സുരക്ഷിതമായ ഒരു ഉറപ്പ് നൽകാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ജീവിച്ചത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അടുത്തോണ്ട് പറ്റുമ്പോൾ പെൻഷൻ നിങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടാകരുത്. അതിൻ്റെ പേരാണ് നന്ദികേട്. എല്ലാവരും സേർവ് ചെയ്യുന്നുണ്ട്, ഈ സമൂഹത്തെ സേർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും പോലീസുകാർ, ഞാൻ പലപ്പോഴും വളരെ ദുഃഖത്തോടെ പല പോലീസ് അസോസിയേഷൻ്റെ പല യോഗത്തിൽ പോയപ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യം, സത്യത്തിൽ പോലീസുകാർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷനും ശമ്പളവും സത്യത്തിൽ അവരുടെ സേവനത്തിന് മതിയായ ഒരു പ്രതിഫലമല്ല. കെ നാരായണൻ നായർ അധ്യക്ഷനായി. TV കുഞ്ഞിക്കണ്ണൻ IPS, കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് T ഗിരീഷ് ബാബു, TC ബാലകൃഷ്ണൻ, KM വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അവർ ഒരു നോട്ടത്തിൽ ചിലപ്പോൾ ചലനം നോക്കി അവർ തീരുമാനിക്കും. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എത്ര പേരുണ്ടെങ്കിലും അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏത് തലത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള വൈദഗ്ധ്യവും അതിനുള്ള പ്രത്യേക പരിശീലനവും എല്ലാം നേടിയ നിങ്ങൾ ഒരു പുറത്ത് നിൽക്കുമ്പോൾ എത്ര കുഴപ്പക്കാരായ ഒരാൾക്കൂട്ടമായാലും ആ ആൾക്കൂട്ടത്തെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് അതിനിടയിലും ഒരു പൗരബോധത്തിന്റെ ഒരു ഘടകം ശക്തമായി നിലനിൽക്കുന്നുകൊണ്ടാണ്. KV സതീശൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, K ശങ്കരനാരായണൻ, KG സൈമൺ IPS, K ദാമോദരൻ, CK സുനിൽകുമാർ, ബാലകൃഷ്ണൻ കല്ലറ തുടങ്ങിയവർ സംസാരിച്ചു. തിമിരി പാലത്തേര റെഡ് സ്റ്റാർ ക്ലബ്ബ് ഗ്രാമത്തിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ കിറ്റും പുതപ്പും നൽകി. ക്ലബിന്റെ 30ാം വാർഷികത്തിന്റെ ഭാഗമായിരുന്നു പാലിയേറ്റീവ് രോഗികൾക്കുള്ള ജീവകാരുണ്യ പ്രവർത്തനം. പാലിയേറ്റീവ് നഴ്സുമാർക്ക് മിനിമം നടപ്പിലാക്കണമെന്ന് പാലിയേറ്റീവ് നഴ്സിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന ജില്ലാ സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അത് ഗവൺമെൻറ് മാറ്റുകയും മുതലാളിമാരെ ഏൽപ്പിക്കുകയും ചെയ്യാം. അവിടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ് ജീവനക്കാരെ അംഗീകരിക്കുന്നത്. അത് എങ്ങനെ അംഗീകരിക്കുമെന്ന് ചോദിച്ചാൽ അംഗീകരിക്കണമെന്നതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ ഞാൻ നേരത്തെ ജിയോമസിനെ പറ്റി പറഞ്ഞ കാര്യം 930 കാലഘട്ടത്തിൽ ജന്മിത്വം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചവരാണ് ജിയോമസും അതുപോലുള്ള ആൾക്കാർ. അപ്പോൾ ചോദിച്ചവരുണ്ട്, ഈ മലയോട് കടപടിയാൻ പോയാലെന്താവും? കരം മുറിഞ്ഞു അല്ലേ? മലയൊന്നും ആവില്ലല്ലോ. അങ്ങനെയുള്ളതാണ് കേരളത്തിലെ നാടുവാഴിത്വം എന്ന് പറയുന്നത്. അവരോട് കൃഷിക്കാർ സമരം നടത്തിയാൽ എന്താവും എന്ന് ചോദിച്ചവരില്ല. കൃഷിക്കാരൊന്നും ആദ്യം സംഘടനയിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നെയാണ് മെല്ലെ മെല്ലെ കൃഷിക്കാർ സമരം ചെയ്യാൻ വേണ്ടി പോയത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K ഓമന അധ്യക്ഷയായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് DV പ്രീത, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി P പ്രീത തുടങ്ങിയവർ പ്രമേയം അവതരിപ്പിച്ചു. പാലിയേറ്റീവ് നഴ്സിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി P പുഷ്പ സംസാരിച്ചു. FSCTO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണ ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. FSCTOയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയാസൂത്രണ ശില്പശാല കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ വൈകുന്നേരം മലയാളിയും ബംഗാളിയും കൂടിയിട്ട് തട്ടുകടയിൽ പോയിട്ട് ഓംലേറ്റ് അടിക്കുമ്പോൾ കോടികളാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, എത്ര കല്യാണം? ആ കല്യാണത്തിന് പൂമാല തമിഴ്നാട്ടിൽ നിന്ന് വരണം, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് വരണം. കേരളത്തിൽ ഒരു മുല്ലപ്പൂവും കോർക്കും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ബൊക്കയായാലും മാലയായാലും അതെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ ആശ്രയിച്ചാണ് കഴിയുന്നത്. അരിയുടെ കാര്യം നമുക്കറിയാം. ഒരു മാസം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ട് ഒരു ദിവസത്തെ ഒരു നേരത്തേക്ക് തികയില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. നമുക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുമെന്നതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് 600 ഏക്കറോളമാണ് ഇപ്രാവശ്യം തരിശായി കിടന്ന സ്ഥലം ഞങ്ങൾ നെൽകൃഷിയിലേക്ക് ഇറക്കി. നെൽകൃഷിയാക്കി കാരാട്ടുവയൽ ഉൾപ്പെടെ 52 ഏക്കർ കാരാട്ടുവയില്ല. തരിശായി കിടക്കുന്ന സ്ഥലം എങ്ങനെ നെൽകൃഷിയാക്കാം എന്നത് നമ്മൾ അനുഭവത്തിലൂടെ കാണിച്ചിരിക്കുകയാണ്. FSCTO സംസ്ഥാന വനിതാ കൺവീനർ സുജാത കൂടത്തിങ്കൽ വിഷയം അവതരിപ്പിച്ചു. ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് TP ഉഷ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി A പവിത്രൻ സ്വാഗതം പറഞ്ഞു. KK രാഘവൻ, V ചന്ദ്രൻ, A വേണുഗോപാലൻ,
VR രാജു തുടങ്ങിയവർ സംസാരിച്ചു. TV ഗംഗാധരൻ നന്ദി പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. DCC സെക്രട്ടറി M. അസിനാർ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 40 എത്തിക്കഴിഞ്ഞാൽ 23 വർഷമെങ്കിലും അവരുടെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. 63 വയസ്സും കഴിഞ്ഞാൽ പറയുമ്പോൾ ഇതൊക്കെ അത് മനസ്സിലാവും. കാരണം പ്രവാചകന് നുബുവത്ത് കിട്ടിയത് 40ാമത്തെ വയസ്സിലാണ്, അല്ലേ? എന്താ നുബുവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധന അധികാരമാണ്. മറ്റുള്ളവരെ പ്രബോധനം ചെയ്യാൻ, മറ്റുള്ളവരിൽ സന്ദേശമെത്തിക്കാൻ കൊടുക്കുന്നത് 40 വയസ്സാണ്. പ്രവാചകൻ മരണപ്പെട്ടത് 63ാമത്തെ വയസ്സിലാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രബോധനം നടത്തി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് 63 വയസ്സ് വരെ വേണ്ടത്. 63 വയസ്സോടെ അദ്ദേഹത്തിന്റെ പ്രബോധനം നടത്തി എന്ന് പറഞ്ഞാൽ ഞാനത് നമ്മുടെ മനുഷ്യ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ, സാധാരണക്കാരിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ശേഷിയും നമ്മുടെ കഴിവും എല്ലാം അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ സർവീസിൽ പിരിയേണ്ടി വരിക. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരോജിനി K. ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പ്രസിഡന്റ് T. ധനഞ്ജയൻ, ജില്ലാ സെക്രട്ടറി കരിച്ചേരി കുഞ്ഞിക്കണ്ണൻ, ഗിരീശൻ, ജോർജ് കുട്ടി ജോസഫ്, പ്രദീപ് കുമാർ TV, ലിസി ജേക്കബ്, അജിത CK, രാമചന്ദ്രൻ അടിയോടി തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജലദിന ക്യാമ്പയിനിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ചിത്താരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്നു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ജലദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം ചിത്താരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്നു. SYS സംസ്ഥാന പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. TP അലി ഫൈസി അധ്യക്ഷനായി. കൂളിക്കാട് കുഞ്ഞബ്ദുള്ള ഹാജി പോസ്റ്റർ പ്രദർശനം നടത്തി. മുബാറക് ഹൈസൈനാർ ഹാജി പോസ്റ്റർ ഏറ്റുവാങ്ങി. ബഷീർ വെള്ളിക്കോത്ത്, കബീർ ഫൈസി ചെറുകോട്, അഷറഫ് ദാരിമി, ദാവൂദ് ഹാജി സ്വാദിഖ് ഹുദവി, ഇർഷാദ്, അബ്ബാസ് അലി തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ നാസർ ഫൈസി സ്വാഗതവും മുഹമ്മദ് സിയാദ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിൽ ഗുണ്ടാക്രമണം. ഉറങ്ങിക്കിടന്ന മദ്രസ അധ്യാപകൻ വെട്ടേറ്റു മരിച്ചു. കാസർഗോഡ് മദ്രസ അധ്യാപകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. നഗരത്തിൽ പലയിടങ്ങളിലും സംഘർഷം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. മന്ത്രി ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.